ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോട് കുറച്ച് പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ഇന്ന് ഒരു മൾട്ടിഗ്രെയിൻ ദോശ ബാറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാനൊരു പാത്രം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചമ്പാവരി ചേർത്ത് കൊടുക്കാം. സാധാരണ ചോറ് വയ്ക്കുന്ന അരി. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സാധാരണ ഞാൻ ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ എടുക്കുന്ന ഡൊപ്പിയരി, അതും 1/2 കപ്പാണ്. ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് 1/4 കപ്പ്, ചെറുപയർ 1/4 കപ്പ്, വടപ്പരിപ്പ് അതും കൂടി 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നു. അത് നല്ല ഫ്ലേവറാണ്, ടേസ്റ്റും കൂടുതലാണ് അതിന്, അതുകൊണ്ട് അതും കൂടി ചേർക്കുന്നു. ഒരു 1/4 കപ്പ് തന്നെ ചെറിയ കടല, കറുത്ത കടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പയറ് പരിപ്പ് ഐറ്റംസ് ഒരു 5 ഐറ്റം ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുധാന്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് റാഗി, അതിൻ്റെ കൂടെ 1/4 കപ്പ് ബാജ്ര, 1/4 കപ്പ് കുതിരവാലി, കവതപ്പുല്ലെന്ന് പറയും മലയാളത്തിൽ, അത്, പിന്നെ 1/4 കപ്പ് തിന, ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്ന് പറയുന്ന തിന, അത് ചേർത്ത് കൊടുക്കാം 1/4 കപ്പ്. ഇതിൻ്റെ കൂടെ തന്നെ കൊടോ മില്ലറ്റ്, വരക് എന്ന് പറയുന്ന ചെറുധാന്യം, അതും കൂടി 1/4 കപ്പ്. പിന്നെ ചാമ 1/4 കപ്പ്, ചാമയരി, അത് 1/4 കപ്പ് ചേർത്തു. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിയും ധാന്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് 4 കപ്പ് അളവിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 4 കപ്പിന് ഒരു 1/4 കപ്പ് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതും കൂടി നമുക്കിപ്പോൾ ചേർക്കാം. ഉഴുന്ന് ഞാൻ എടുത്തിരിക്കുന്നത് തൊലി ഉള്ളതും തൊലി ഇല്ലാത്തതും കൂടി ചേർത്തിട്ടാണ്. അത് എത്രയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒരു 1/2 കപ്പിന് 1/4 ഭാഗം തൊലി ഉള്ള ഉഴുന്നും ബാക്കി തൊലി ഇല്ലാത്ത മുഴുവൻ ഉഴുന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഉഴുന്ന്, 4 കപ്പ് ധാന്യങ്ങൾക്കാണെങ്കിൽ 1/4 കപ്പ് ഉഴുന്ന്, അത് കറക്റ്റ് പാകമാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മണവും രുചിയും കൂടാനായിട്ട് ഒരു ടീസ്പൂൺ ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഉലുവയും അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് ഫ്രഷ് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ കഴുകിയെടുക്കണം. ഇപ്പോൾ സമയം ഒരു രാത്രി 10 മണി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുതിരാൻ വെച്ചിട്ട് രാവിലെ എടുത്താണ് അരയ്ക്കുന്നത്. അരയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുതിരാൻ വെച്ച സാധനങ്ങൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്തിങ്ങനെ കണ്ടില്ലേ, ചെറിയൊരു പത പോലെ. ഈ വെള്ളം നമുക്ക് വേണ്ട. ഇത് നന്നായിട്ട് കഴുകി കളയണം. ഈ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം വെച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. മൾട്ടിമില്ലറ്റ്സിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ബദാമോ കാഷ്യൂനട്ടോ എന്ത് വേണേൽ ചേർക്കാം. അത് മാത്രമല്ല, ഞാൻ ചേർത്ത് അത്രയും മില്ലറ്റ് ചേർക്കണം എന്നില്ല. കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. സാധനങ്ങൾ നമുക്ക് ഗ്രൈൻഡറിലേക്ക് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിലാണെങ്കിലും അരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. വെള്ളം ആദ്യം അധികം ചേർത്ത് കൊടുക്കണ്ട, ഒന്ന് അരഞ്ഞ് വരട്ടെ. അതിനുശേഷം വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുത്താൽ മതി. ഇത് അരഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിനി ഒരു 4 കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറാണ് കുരുമുളകും കൂടി ഇടുന്ന സമയത്ത്. ദോശയ്ക്ക് ഒരു പ്രത്യേക മണവും സ്വാദും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ കറിവേപ്പിലയോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. മാവ് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. ഉഴുന്നും അരിയുമൊക്കെ ഒന്നിച്ചിട്ട് അരച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് പദത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് പരുവം.
മതിയാകും. മാവ് വാങ്ങുന്നതിന് മുന്നേ നമുക്ക് 2 സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒന്ന് 1/4 കപ്പ് മുരിങ്ങയിലയുടെ പൊടി, അത് ചെറുതായിട്ട് വെറും പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, പക്ഷെ ചേർത്താൽ നല്ലതാണ്. ഇത് 1/2 കപ്പ് കപ്പ പൊടിയാണ്, ഉണങ്ങിയ കപ്പ പൊടിച്ചെടുത്ത പൊടിയാണ്, അരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടി 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില പൊടി 1/4 കപ്പാണ് ചേർത്തത്, കപ്പപ്പൊടി നമ്മൾ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, മാവിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. കപ്പപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, കട്ട കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഒന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർക്കുന്നത്. ഞാനിത് പുളിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് രാത്രിയിലേക്ക് ഞാൻ എടുക്കുന്ന സമയത്ത് വെള്ളം പോരായെങ്കിൽ വെള്ളവും അതേപോലെ ഉപ്പും ചേർത്തിട്ട് നമുക്ക് ദോശ ചുടാം. ഇപ്പോൾ ഇത് മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ ഈ ഗ്രൈൻഡറിൽ ആട്ടിയ സമയത്ത് അത് കഴുകിയ വെള്ളം കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. അത് കളയണ്ട, രാത്രി നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരികയാണെങ്കിൽ ഈ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ തലേദിവസം കുതിർത്ത് അരച്ചത് കൊണ്ട് തന്നെ അരച്ചതിന് ശേഷം പുളിക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ട, ഒരു 2 മണിക്കൂറിൽ താഴെ വേണ്ടൂ. ഇത് കണ്ടോ, ഞാൻ എടുത്ത സമയത്ത് 2 മണിക്കൂർ പോലും ആയിട്ടില്ല, അന്നേരം തന്നെ നന്നായിട്ട് പുളിച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ മാവ് കളഞ്ഞു തൂവും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. കണ്ടോ, നന്നായിട്ട് പതഞ്ഞ് പുളിച്ച് വന്നിട്ടുണ്ട്. എനിക്കിത് രാത്രിത്തേക്കാണ്, അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ദോശ ചുടുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചാൽ മതിയാകും. ഇപ്പം ഞാനിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണ്. മാവിന് നല്ല കട്ടിയുണ്ട്, നമുക്ക് വൈകുന്നേരം ദോശ ചുടുന്ന സമയത്ത് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആയിട്ടുണ്ട്. ഞാൻ മാവെടുത്ത് പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച ഗ്രൈൻഡറിലെ വെള്ളവും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടി വന്നു. മാവ് നന്നായിട്ട് കലക്കിയെടുക്കാം, ദോശ ചുട്ടു തുടങ്ങാം. ഞാൻ നൈസായിട്ടാണ് പരത്തി കൊടുക്കുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. എങ്ങനെ കഴിച്ചാലും എങ്ങനെ ചുട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് മാവിന്. ഞാനിതിൻ്റെ പുറത്ത് നല്ലെണ്ണയാണ് തൂത്ത് കൊടുക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യാണ് നല്ലത്. ഞാനിപ്പോൾ നല്ലെണ്ണ തേച്ച് കൊടുക്കുന്നു. ഒരു വശം നന്നായിട്ട് വേകുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മണമാണ്, ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് കല്ലിൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ദോശ ആയിട്ടുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടുത്തൊരു ദോശ ഒഴിക്കാം. നന്നായിട്ട് പരത്താൻ പറ്റുന്നുണ്ട് കേട്ടോ, നല്ല മാവാണ്. ഈ ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇന്ന് ഞങ്ങളുടെ ഡിന്നറ് മൾട്ടി മില്ലറ്റ് ദോശയും നല്ല ചൂട് ചിക്കൻ കറിയുമാണ്. ദോശയുടെ പാകം കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ ദോശയാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. വീണ്ടും നല്ലൊരു ഐറ്റമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. വീഡിയോ കണ്ടവർ ഒരു ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.